ആളിയാ കഴിഞ്ഞ എടാ ഫ്ലഷ് വർക്ക് ആവുന്നില്ല. അത് കുഴപ്പമില്ല, ബാക്കി നാട്ടുകാരെ അടിച്ചോണ്ട് അത് പേടിക്കണ്ട. വാ എടാ വെയിറ്റ് ഇങ്ങോട്ട് വന്ന്. എന്താണ് ഇതിന്റെ സ്കൂട്ടർമാർ മച്ചാനെ, ഹലോ. നമ്മളെ ഷവർമ അതിനായിട്ട് ഉണങ്ങിയാരോണ്ടിരിക്കുന്ന വന്ന്. അല്ല നീ തടിച്ചെന്ന് ഇത്ര കേറ്റി വാപ്പ നമ്മ കെട്ടി തന്ന കടയാണിത്. അതെ, നമ്മുടെ മൂന്നപ്പാടെ ഫോട്ടോ ഇതായിട്ടിരിക്കുന്നു. അങ്ങേര് ഷവർമ കഴിച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് എത്തുന്നതാണ്. മൂത്താപ്പ അനുഗ്രഹിക്കണം. മൂത്തപ്പയുടെ മീശ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ചെറുതാണ്. അപ്പൊ നമുക്കിനി ഇവിടെ എന്താ ചെയ്യണ്ടേ? പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്ത നമ്മള് ന്യൂസ് ആണ് ഇവിടെ. ഷവർമയില്ലേ ന്യൂസ് ഞാൻ പറയട്ടെ, കാരണം ന്യൂസ് എടുക്കേണ്ട ആവശ്യം വരും. കാരണം ഇല്ല, അവനാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയില്ല. എനിക്ക് തോന്നുന്നത് ചത്തുപോയെന്നാണ് എന്നെ തരുന്നത്. മാർക്കറ്റിൽ കയറുക, 2 ചിക്കൻ ഡോണർ, 2 പാക്കേജ്, നമുക്ക് 2 ലെറ്റ്യൂസ് എല്ലാം ഈ 2 വെച്ച് നമ്മൾ മേടിക്കുകയാണ്. കൺഫേം പർച്ചേസ്. സാധനം മേടിച്ചിട്ടുണ്ട്. സാധനം വന്നെടുക്കണ എന്തുവാ ഫാസ്റ്റ് ഡെലിവറി? ആമസോൺ പ്രൈമിന്റെ പ്രൈം. അതൊക്കെ അത്ര ഉള്ളൂ. ലെറ്റ്യൂസ് ഓരോന്ന് എടുക്ക്. നമുക്ക് ഇവിടെ കൊണ്ട് ചൂടാക്കാൻ വെക്കാം. ആദ്യമേ നമുക്ക് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പാക്കേജ് അൺപാക്ക് ചെയ്യണം. എന്നിട്ട് നേരെ ഷവർമ എല്ലാം എടുത്ത് മൊത്തത്തോടെ എടുത്തത്. നീ ക്രേറ്റ് മൊത്തത്തോടെ എടുത്താ. ഓ പിന്നെ നമുക്ക് കുറച്ച് പേവർ കൂടുതൽ. നമ്മൾ ഇത്രയും തടിയനാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടേ. അതൊക്കെ അത്ര ഉള്ളു. ആരോഗ്യം നമുക്ക് ജിമ്മിലൊക്കെ ഒന്ന് പോകണ്ടേ? ഇങ്ങനെ നടന്നാ മതിയെ തടിയിലായിട്ട്. ഓക്കെ, ഞാൻ ലെറ്റ്യൂസ് തന്നിട്ടുണ്ടേ. ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വയ്യ എന്റെ പൊന്നെ. ഷവർമ ഈ കമ്പി ഇതിനകത്ത് എടുക്കുക. അതിനകത്ത് എടുക്കും കുറച്ച്. അതിനകത്ത് എടുക്ക്. വണ്ടിനകത്ത് പോയി മയണസ് ചേർന്ന് കേട്ടാ. ഉള്ള മയണസ് മൊത്തം ചെറുക്കാൻ അടിച്ച് വെച്ചിട്ട് ബാത്റൂമിൽ ഇരിക്കണേ. ഓക്കെ, നമുക്ക് ഇനി ഇത് റോൾ ചെയ്യാം. ഞാൻ ഉണ്ടാക്കി ഷവർമ. ഞാൻ ഉണ്ടാക്കി കഴിച്ചു നോക്കി. ഷവർമ നീ മീറ്റ് വെച്ചായിരുന്നു? ഓ വെച്ച് മീറ്റൊക്കെ ഞാൻ വെച്ച്. നമ്മള് സീനാണല്ലോ അറിയാലോ. ബാ നമുക്ക് അടുത്ത ഉണ്ടാക്കാം. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഒരു 5-6 ഉണ്ടാക്കിയിട്ട് നമുക്ക് കട തുറക്കാം അല്ലേ? ഓരേ കട തുറന്നില്ലേ? ഇല്ല, കട തുറന്നില്ല. എന്താണ് ചിക്കനും ലെറ്റസും ഉള്ള റാപ്പ് വേണം തള്ളക്ക്. ആണോ? തള്ളക്കോട് അതാണ് പോയിരിക്കെ. അപ്പൊ ഞാൻ കൊണ്ട് കൊടുക്കാം, നീ പണിയെടു. ചെല്ല്, ഞാൻ പണിയെടുക്കും. ഉണ്ടല്ലോ എന്താണ് ബ്രോ? എന്താ വേണം? എടാ അവനും മറ്റേ സെയിം സാധനമേ. നമുക്ക് രണ്ട് ഒരുമിച്ച് പണി എടുക്കാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് തീരത്തില്ല. അത് അടുത്ത ഷവർമേന്റെ ഇത്. ഓക്കെ, ഇപ്പഴത്തെ ഷവർമയുടെ സാധനം ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ചെയ്യും. എല്ലാം ഞാൻ ചെയ്താലോ. വയ്യ നടക്കുന്ന ഇത് വെക്ക്. എന്താണ് പിന്നെ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്താണ്? ഓക്കെ, അടുത്ത ആക്കൊണ്ട് കൊടു. കാശ് കാശൊക്കെ ഇവിടെ ഇരിക്കുന്നു, പഴന്നിരിക്കുന്നു. കള്ളന്മാര് വരത്തില്ലേ? വെറുതെ കാശ് തരാതെ കയറി ഇരിക്കണം. നമ്മള് പ്രൊഫഷണൽ ആയിട്ട് വരിക കേട്ടാ. പിന്നല്ല, നമ്മള് റാപ്പ് ചെയ്യുന്ന കണ്ട പ്രൊഫഷണൽ ഇങ്ങനെ റാപ്പ് നമ്മള് വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഷവർമക്കട നമ്മുടെയാണ്. നീ തൊട്ട് ബൈ ഏക്ക് ഷവർമ ഏക്ക് ചവായിക്കില്ലേ? നമ്മളെ സർവീസ് ചെയ്ത ചൂടോളാണ്. ഇവിടെ വേറെ എവിടെ കൊടുക്കില്ല അങ്ങനത്തെ സാധനങ്ങള്. പാവം ചേച്ചി വീട്ടിലിരിക്കുന്ന ചേച്ചി. ദിവസം പിന്നല്ല നമ്മുടെ ആദ്യ രാത്രി കഴിയാറ്. ഇതൊന്നും നോക്കി നമ്മുടെ മൂത്താപ്പ പഠിപ്പിച്ചാണ് അതൊക്കെ. മൂത്താപ്പയുടെ സർട്ടിഫിക്കറ്റ് മൂത്താപ്പ മാറിയ മൂത്താപ്പക്ക് ഇത്രയും കഴിവില്ലെന്ന് എനിക്കറിയാം. പണ്ടേ ശരിയല്ല. ഓർഡർ ഫെയിൽഡ് റെസ്റ്റോറന്റ് ലെവൽ പ്രസ്റ്റീജാ. അതെന്താ അങ്ങനെ കാണിച്ചേ? കരി അങ്ങോട്ട് പെണ്ണുമ്പടെ കൈ. എടാ ഓടിപ്പോന്ന് അവർക്ക് വേണ്ടെന്ന് കേട്ടാ. അറിയാം കേട്ടാ, ബിംബാറുണ്ടെന്ന്. പൊന്നി ചേച്ചി ആദ്യ ജിമ്മിലോട്ടൊന്ന് പോകും. ആ ചേട്ടാ എന്താണ്? എന്താ എന്തോ അത് തലയിലെന്താണ്? ചിക്കൻ വെച്ച് ഇത് വെച്ച്. ഓക്കെ. ഓ, ഇതൊക്കെ നീ ക്ലീൻ ചെയ്താ മറ്റേ പാത്രമൊക്കെ? പിന്നല്ല, നമ്മളെ സീനല്ലേ. എങ്ങനെ ക്ലീൻ ചെയ്ത്? ഞാൻ ഇത് അവിടെ കൊണ്ടുവന്ന വേസ്ബിന്റെ മണ്ടൊക്കെ കൊണ്ട് തട്ടി. പിന്നെ ഷവർമ തട്ടിയിടല്ലേ വേസ്ബിന്റെ. 2 മാറ്റി വെച്ചാ കേട്ടോ. നമുക്ക് എന്തെങ്കിലും കഴിക്കാവേ. ആർക്കും കൊടുക്കണ്ട. സാധനം ചോദിച്ചാൽ ഇല്ലെന്ന് തീർന്നു എന്ന് പറഞ്ഞാൽ മതി. അല്ലേ നമുക്ക് കഴിക്കണ്ടേ? നമ്മുടെ കട ചിക്കൻ കറക്കാട്. എന്താടാ ആരും വരാത്ത? ഓ 24 അടിച്ച് കട ക്ലോസ് ചെയ്യണം. കട ക്ലോസ് ചെയ്യണോ? ചുമ്മാ എല്ലാരും വരാത്ത. അപ്പൊ കടേ ഇന്നലത്തെ 2 ഷവർമ നമുക്ക് നാളത്തേക്ക് എടുത്ത് കൊടുക്കാം കേട്ടോ. ചൂടാക്കി കൊടുക്കാം. ആരും അറിയത്തില്ല. എന്റെ ഡേ നമ്മള് സോഫ ഇരിക്കുമ്പോ എന്റെ ആവും. അത്ര ഹെവി ആടാ നമ്മള്. ന്യൂ ഇൻഗ്രീഡിയൻസ് പിന്നല്ല.
ഇൻഗ്രീഡിയൻസ് അപ്പൊ കാശ് കുറെ പോകുന്നർത്ഥം. നല്ല സൂപ്പർ ആര്യൻ പാക്കേജ്. അയറൻ പാക്കേജ്. അതെന്ത് പാക്കേജ്? ആര്യൻ എന്ന് പറയാം നമുക്ക്. ഞാൻ 2 വീതം വെച്ചെല്ലാം വാങ്ങാണ്. ഓക്കെ, മേടിച്ചു. പിന്നെ അല്ല നമ്മള് ഇത് മൈനസ് ആണോ അയറൻ പാക്കേജ്? അച്ചോണൈസ് ആണ്. മൈനസ് ആണോ കണ്ടിട്ട് ആണോ? അല്ലടാ മറ്റേ ഇത് മറ്റേ കുടിക്കത്തില്ലേ നമ്മള് തൈര് കണക്ക്. യോഗട്ട് അത് തന്നെ. നമ്മള് തടിയന്മാരെ. ഞാൻ വിചാരിച്ചു എപ്പോഴും സ്കിന്നി ആയിരിക്കത്തുള്ളൂ. കണ്ടില്ല തടി പാർക്കുന്നു. കൂടുതൽ തടിയായി പോയി കേട്ടാ. പിന്നെ ആയിക്കൂടാ നമ്മള്. അത് മൂത്താപ്പയുടെ ഗുണാടാ അമ്മ കിട്ടിയേക്കുന്നത്. മൂത്താപ്പ തടിച്ചല്ലേ അതാണ്. മൂത്താപ്പ അല്ലേലും തന്തയില്ലാത്തവനാണ്. ആണാണ് മൂത്താപ്പ വേറെ തെറ്റാണ്. അങ്ങനെ എനിക്ക് വണ്ടോട്ട് ഇഷ്ടമല്ലേ. എടാ ചേച്ചിക്ക് ഷവർമ വേണം, യോഗട്ടും വേണം. തള്ളക്കി പന്നൊക്കെ തൽക്കാലം ഒരു യോഗോട്ട് കൂടി കൊടുക്കാം. ഷവർമ ഇല്ലാതെ ഇറങ്ങത്തില്ലെന്ന്. കുടിക്കുന്നില്ല, എടുത്ത് കുടിയടാ അങ്ങോട്ട്. മനുഷ്യ ഇവിടെ അതിനകത്താക്കിട്. മറ്റേ ക്യാബേജ്. ഓക്കെ, ക്യാബേജല്ലേ? കഴിക്ക്. ഓർഡർ ഫെയിൽഡ്. എന്ത് ഓർഡർ ഫെയിൽഡ്? നീ ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. എന്തോ ഓർഡർ ഫെയിൽഡ്? എന്ത് അങ്ങനെയാണെങ്കിൽ നീ കഴിക്കണ്ടപ്പോ ഇറങ്ങിപ്പോ. അത്രേ ഉള്ളൂ. എന്നൊക്കെ എന്താണോടാ ഇവിടെ ഇരിക്കട്ടാ. അവർക്ക് വേണ്ടെന്ന് പോലും. ഒരു ഷവർമയും ഒരു യോഗട്ടും. ഷവർമയ്ക്ക് ലെറ്റസ് വേണ്ടെന്ന്. അപ്പം ഷവർമ മാത്രം. ഷവർമയ്ക്ക് അതെന്താ നിനക്ക് ലെറ്റ്യൂസ് വേണ്ടാത്ത? അൺഹൈജീനിക് എന്തിനൊക്കെ ലെറ്റ്യൂസ് വേണ്ടാത്ത പന്നെ? അഞ്ചിന് ഷവർമ മാത്രം മതി. ഷവർമ എന്താണ് ചേട്ടാ? കള്ളു കൊടുത്തിരിക്കുവാണ്ടോ? ആടിയിരിക്കുന്നു. അയാൾക്ക് തക്കാളി യോഗോട്ട്. ഓക്കെ, എടാ ആടി നിക്കണ അങ്ങനെ വിശന്ന് ചാവാറായി. എന്താ വേണ്ടെന്ന് കഴിച്ചാ കൊടുത്തു. കഴിച്ചില്ലേ? തള്ളക്ക് എന്താണ് ഇത് യോഗട്ട് തക്കാളി? ഇതല്ലേ കൊടുക്കണ്ടേ അവർക്ക്? ഇപ്പൊ ഇതിനകത്ത് വെച്ച യോഗോട്ടോ അവർക്ക്? യോഗോട്ടോ വേണോ അവർക്ക്? വേണ്ടല്ലോ. അങ്ങനെ അവർക്ക് ഇതാണ്. ഓക്കെ. ഓ, കട വന്നത് ഭയങ്കര ലാഭത്തിലാ കേട്ടോ. അല്ല ചേച്ചിക്കാണോ ഇത്? അയ്യോ, വിശന്നിരുന്നവര് കൊടുത്തില്ല. പാവ വിശന്നോണ്ടിരിക്കണ പട്ടി വില. പാവോടെ ഭയങ്കര സന്തോഷം. നോക്കിയേ, നമ്മൾ 9 ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ആക്കിട്ടോ. നമ്മുടെ നഷ്ടത്തിലാണ് കേട്ടോ. അവര് ഫുൾ മാക്സ് ഔട്ട് ഷവർമയും മറ്റേ തക്കാളി ഒക്കെ വേണം എല്ലാം വെച്ചിട്ടുള്ളത്. യോഗോട്ട് വേണ്ട. ഓക്കെ. അപ്പൊ അടുത്തത് ഏക്ക് യോഗോട്ട് പിന്നെ തക്കാളി വെച്ചിട്ടുള്ള നോർമൽ ഷവർമയെ വൈ. അത് പണിയെടുത്താ കർത്തായേ ചേട്ടാ, പണിയെടുത്താ. ഓക്കെ, വെക്കോ. തക്കാളി ഉണ്ടല്ലോ. ചേച്ചിക്ക് തക്കാളി ഇട്ടിട്ടോ നല്ലത്. ടേബിൾ എത്ര? പിന്നെ ഞാൻ ചെയ്തു തക്കാളി. ടേബിൾ 3 കൂടെ നീ ലൈൻ നിക്കുന്നു. നാളെ ഇതല്ലേ വേണ്ട. എന്തൊക്കെ ഉണ്ടായിരുന്നു? തക്കാളിയും ഷവർമയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ മാമാർക്ക് വേണ്ട. കൊച്ചിറക്കാൻ വന്നിരിക്കുന്നുണ്ടാ മോനെടാ. എന്തുകൊണ്ട് കൊച്ചിറക്കല്ലടാ, നീളമില്ലാത്ത എന്നെ പോലെ കൂട്ടായിരുന്നു. ടേബിൾ 4 ഒരു നോർമൽ ചിക്കൻ വെച്ച് മാത്രമായിട്ടുള്ള ഷവർമ. ടേബിൾ 1 ഒരു യോഗോട്ടും ഷവർമയും. തക്കാളി വേണ്ട, നോർമലി. ഓക്കെ, ഞാൻ എന്താണ് അൺറാപ്പ് ചെയ്ത് നോക്കട്ടെ. തക്കാളി ഉണ്ടാവും. തക്കാളി ഉണ്ട്. യോഗോട്ട് നോർമൽ ഷവർമ ഇല്ലേ? ചെറുക്കൻ വേണ്ട. ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ ഷവർമ യോഗോട്ടും. അത് നീ ഉണ്ടാക്കുമല്ലേ? ടേബിൾ എത്ര? ടേബിൾ ടേബിൾ 8. ടേബിൾ 8ന് വേണ്ടി എന്നാ മോനെ കൈ നീ പറഞ്ഞ പൈസ തരണം കേട്ടല്ലോ. ചെറുക്കൻ പറയാൻ നിൽക്കുന്നു. അടുത്ത ഫുൾ സെറ്റ് ഷവർമ. മരിക്കാൻ പോകുന്നതിന് ഷവർമ ഒരു ഫുൾ സെറ്റ് ഷവർമയും പ്ലസ് ഒരു യോഗോട്ടുവേ. എത്ര? ടേബിൾ 1. പിന്നെ ഒരുത്തന് ലെറ്റ്യൂസ് ഷവർമയും പിന്നെ ഒരു യോഗോട്ടും. ഓക്കെ, അങ്ങനെ ടേബിൾ നമ്പർ 4. ഓക്കെ, അത് റാപ്പി. അതിനകത്ത് ടൊമാറ്റോ ഇട്ടാ? ഓക്കെ, അപ്പൊ ഞാൻ ഒരു യോഗട്ട് എടുത്ത് നോക്കട്ടെ.
ഓക്കെ സാധനം ഞാൻ കൊണ്ടുപോക്കാം. അതുകൊണ്ട് കേറ്റ് കേട്ടാ കേറ്റ് സന്തോഷത്തോടെ ഒരു കക്കൂസ് കിടക്കുള്ള സീനില്ല. അത്ര ഉള്ളു. 2 ദിവസം വയറിലേക്ക് ചാവണം നിനക്ക്. ഏതോ മറ്റേ അവൻ ഇരിക്കുന്നുണ്ടോ? അവൻ ഇപ്പഴും ഇറങ്ങിയില്ല. അവൻ എത്ര 3ാമത്തെ ദിവസമാണ് ഇതുവരെയും പോയിട്ടില്ല. എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്താപ്പയുടെ മോനെങ്ങാണ്ടാണ്. മറ്റേ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് കക്കൂസി കുത്തിയിരിക്കുകയാണ്. ഇൻട്രോവേർട്ടല്ലേ, പേടിയാണ്. അതായിരിക്കും. താങ്ക് യു കേട്ടാ കാശിന് താങ്ക് യു. നിങ്ങൾ എന്നെ റോബ് ചെയ്തില്ലല്ലോ. കള്ളന്മാരെ എന്താ മോനെ വെയിറ്റ് ചെയ്യുന്ന ചേച്ചി കൈ കെട്ടിക്കുന്ന പിന്നെ ചാവുന്ന ടേബിൾ 4. ഓക്കെ എവിടെന്താ ടേബിൾ 5 എന്താ വേണം? ടേബിൾ 5 പെട്ടെന്ന് നമ്മുടെ കട അടച്ചേട്ടാ. തക്കാളിയും ചിക്കനും. ഓക്കെ തക്കാളിയും ചിക്കനും. ഇങ്ങനെ ഈ തൊള്ളയുടെ യോഗായിട്ട് കട്ടെടുത്താലോ? വേണോ അത്? കണ്ട പെടലി കടി കിട്ടും. അതാ വേണ്ട, പെടലി നോക്കി തന്നതിന് അതിലോട്ട് കാശ് എടുത്ത്. താങ്ക് യു. പിച്ചക്കാരനായാലും കാശ് തരുന്നുണ്ട്. അതൊക്കെ അത്ര ഉള്ളു. നന്മയുള്ള ലോകമാണ്. ക്ലീൻ ചെയ്ത് വെച്ചോ എല്ലാം ഓഫ് ചെയ്തോ. സ്റ്റോപ്പ് വെയിറ്റ് എല്ലാം ഇത് ആവുന്നതിന് മുമ്പേ നമുക്ക് കട്ട് ചെയ്തിട്ട് പിന്നല്ല $140. പിന്നല്ല വേറെ എന്തായാലും പുതിയ സാധനങ്ങളോ വല്ലോ. ഓ വന്നടാ കബാബ് പാക്കേജ് പിന്നെ ലൈം സോഡ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ കട. ലൊക്കേഷൻ വന്നിട്ട് ചിന്ന കട കൊങ്ങാക്കി കുടിക്കാൻ പറ്റും. നടന്നു പോ നോക്കി ഇൻസേർട്ട് ചെയ്തിട്ട് CBSE. അപ്പൊ എന്തല്ല ഗൈസ് ഇതിന്റെ പാർട്ട് 2 എന്നൊക്കെ പാർട്ട് 2 എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാം. കട അടച്ചിട്ടെ മൊത്തം ഷോർമ നമുക്ക് തിന്നാ. പിന്നെ അല്ല